പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 8 വീഡിയോസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരുന്നു. ആ വീഡിയോസ് എല്ലാം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാൻ കരുതട്ടെ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തതായിട്ട് വരുന്നത് ഒരു ഡെഫിനിഷനാണ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനകത്ത് ഓൺ ടു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ 1-1 ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. 1-1 ഫംഗ്ഷൻ്റെ മറ്റൊരു പേരാണ് ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അഥവാ ഇൻജക്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ 1-1 ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് അടുത്തതായിട്ട്. എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് കോൾഡ് എ 1-1 ഫംഗ്ഷൻ ഇഫ് വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്. എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. എഫിനെ നമ്മളൊരു 1-1 ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ ഡൊമൈനിലെ ഏത് 2 ഡിഫറെൻറ്റ് പോയിൻറ്റുകളിലും വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കണം. ഡൊമൈനിലെ ഏത് 2 ഡിഫറെൻറ്റ് പോയിൻറ്റുകളിലും വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കണം. ഉദാഹരണം, എ എന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1, 2, 3. ബി എന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 3, 4, 5, 6. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. ആ ഫംഗ്ഷൻ്റെ 1ലെ വാല്യൂ 3 ആണെന്നിരിക്കട്ടെ, 2ലെ വാല്യൂ 4 ആണെന്നിരിക്കട്ടെ, 3ലെ വാല്യൂ 6 ആണെന്നിരിക്കട്ടെ. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഡൊമൈനിലെ ഏത് 2 എലമെൻറ്റുകൾ എടുത്താലും ആ പോയിൻറ്റുകളിൽ ഫംഗ്ഷൻ്റെ വാല്യൂസും ഡിഫറൻ്റ് ആണ്. ഡൊമൈനിൽ ഏത് 2 ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലും വാല്യൂസ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു 1-1 ഫംഗ്ഷനാണ്. ക്ലിയർലി എഫ് ഈസ് എ 1-1 ഫംഗ്ഷൻ. അനദർ എക്സാമ്പിൾ, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ. ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് എക്സ് ഈസ് ഈക്വൽ എക്സ് സ്ക്വയർ എന്ന ഫംഗ്ഷൻ പരിഗണിക്കുക. ഇതൊരു 1-1 ഫംഗ്ഷൻ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ഫംഗ്ഷൻ്റെ 2ലെ വാല്യൂ നമുക്കറിയാം, 2 സ്ക്വയർ 4 ആണ്. -2ലെ വാല്യൂ എന്ന് പറയുന്നത് -2ൻ്റെ സ്ക്വയർ, അതും 4 ആണ്. അപ്പോൾ 2 - 2 ഡൊമൈനിലെ 2 ഡിഫറെൻറ്റ് എലമെൻറ്റുകളാണ്. പക്ഷേ അവിടെ വാല്യൂസ് സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു 1-1 ഫംഗ്ഷൻ അല്ല. 1-1 ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡൊമൈനിലെ ഏത് 2 ഡിഫറെൻറ്റ് പോയിൻറ്റുകളിലും വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കണം. അടുത്ത ഡെഫിനിഷൻ ഇതാണ്, മെനി വൺ ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ വിച്ച് ഈസ് നോട്ട് 1-1 ഈസ് കോൾഡ് എ മെനി വൺ ഫംഗ്ഷൻ. 1-1 അല്ലാത്ത ഫംഗ്ഷൻസിനെയാണ് നമ്മൾ മെനി വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ 2ൽ നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ ഒരു 1-1 ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് ഇതൊരു മെനി വൺ ഫംഗ്ഷനാണ്. ഇനി 1-1 ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. അതിൽ ആദ്യത്തെ പ്രോബ്ലം ഇതാണ്, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. എക്സാമിൻ വെദർ എഫ് ഈസ് 1-1. ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന എഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ 1-1 ആണോ അല്ലയോ എന്ന് പരിശോധിക്കാം. അപ്പോൾ ആൻസർ ഇങ്ങനെ തുടങ്ങണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതുക, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. നമുക്കറിയാം ഈ ഫംഗ്ഷൻ്റെ 0ലെ വാല്യൂ എന്ന് പറയുമ്പോൾ സൈൻ 0 ആണ്, അത് 0 തന്നെയാണ്. ഈ ഫംഗ്ഷൻ്റെ പൈയിലെ വാല്യൂ എന്ന് പറയുന്നത് സൈൻ പൈ ആണ്, അതും 0 ആണ്. സൈൻ എൻ പൈ തന്നെ 0 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ പൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ 0യും പൈയും ഡൊമൈനിലെ 2 വ്യത്യസ്തങ്ങളായ എലമെൻറ്റുകളാണ്. ആ പോയിൻറ്റ്സിൽ ഈ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു 1-1 ഫംഗ്ഷൻ അല്ല. എഫ് ഈസ് നോട്ട് 1-1. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ബോക്സ് എക്സ് എന്ന ഫംഗ്ഷൻ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനാണ് പരിഗണിച്ചിരിക്കുന്നത്. എക്സാമിൻ വെദർ എഫ് ഈസ് ഇൻജക്റ്റീവ്. ഈ ഫംഗ്ഷൻ ഒരു ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്ന് പരിശോധിക്കണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതുക, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു ബോക്സ് എക്സ്. നമുക്കറിയാം ഈ ഫംഗ്ഷൻ്റെ 2ലെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ഈ ഫംഗ്ഷൻ്റെ 2.5ലെ വാല്യൂ എന്ന് പറയുമ്പോൾ ബോക്സ് 2.5, അതും 2 തന്നെയാണ്. നോക്കിയാൽ 2ലെ വാല്യൂയും 2.5ലെ വാല്യൂയും ഇവിടെ 2 തന്നെയാണ്. അപ്പോൾ 2 വ്യത്യസ്തങ്ങളായ പോയിന്റുകളിൽ ഒരേ വാല്യൂ ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു 1-1 ഫംഗ്ഷൻ അല്ല, ഇൻജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡൊമൈനിലെ ഏത് 2 ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലും വാല്യൂസ് ഡിഫറൻ്റ് ആയിരിക്കണം. ഇവിടെ 2ഉം 2.5ഉം ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ആണ്, പക്ഷേ അവിടെ വാല്യൂസ് ഡിഫറൻ്റ് അല്ല, വാല്യൂ സെയിം ആണ്. അതുകൊണ്ട് ഇത് 1-1 ഫംഗ്ഷൻ അല്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇതൊരു 2nd ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. ഈസ് എഫ് 1-1. ഇതൊരു 1-1 ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദ്യം. ആൻസറിലേക്ക് പോകാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആദ്യം എഴുതുക, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഈ ഫംഗ്ഷൻ്റെ 0ലെ വാല്യൂ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 0 സ്ക്വയർ പ്ലസ് 0 പ്ലസ് 1, അത് 1 ആയിരിക്കും. ഈ ഫംഗ്ഷൻ്റെ -1ലെ വാല്യൂ എന്ന് പറയുന്നത് -1 സ്ക്വയർ പ്ലസ് -1 പ്ലസ് 1 ആണ്, അത് 1 തന്നെയാണ്. അപ്പോൾ 0ലെ വാല്യൂയും 1 ആണ്, -1ലെ വാല്യൂയും 1 ആണ്. 0യും -1ഉം ഡൊമൈനിലെ ഡിഫറെൻറ്റ് പോയിൻറ്റുകളാണെങ്കിൽ പോലും ആ പോയിൻറ്റ്സിൽ വാല്യൂസ് ഡിഫറൻ്റ് ആയിട്ടല്ല വരുന്നത്, സെയിം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു 1-1 ഫംഗ്ഷൻ അല്ല. എഫ് ഈസ് നോട്ട് 1-1. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ റിസൾട്ട് ഒന്ന് മനസ്സിലാക്കണം.
ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ, എഫ് ഒരു ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. ഇഫ് എഫ് ഓഫ് എക്സ് വൺ ഈസ് ഇക്വൽ എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ സമ എക്സ് ടു ദെൻ എഫ് ഈസ് 1 1. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഫംഗ്ഷൻ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുമ്പോൾ എക്സ് വൺ സമ എക്സ് ടു എന്നാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫംഗ്ഷൻ 1 1 ആയിരിക്കും. എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുമ്പോൾ എക്സ് വൺ സമം എക്സ് ടു എന്നാണ് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫംഗ്ഷൻ 1 1 ആയിരിക്കും. അതിൻ്റെ കാരണം ഞാൻ പറയാം. ഒരു ഫംഗ്ഷൻ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു ആകുമ്പോൾ എക്സ് വൺ സമ എക്സ് ടു ആകും. ഈ ഫാക്റ്റ് സത്യമാണെങ്കിൽ അതാണ്ട് അതിൻ്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഇതും സത്യമായിരിക്കും. എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ സമ എക്സ് ടു എന്നുള്ളത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്: എക്സ് വൺ നോട്ട് ഈക്വൽ ടു എക്സ് ടു ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വൺ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ദാറ്റ് മീൻസ് എഫ് ഈസ് 1 1. അപ്പോൾ ഒരു ഫംഗ്ഷന് ഈ സ്വഭാവം ഉണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു ഇംപ്ലൈസ് എക്സ് വൺ സമ എക്സ് ടു എന്ന സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫംഗ്ഷൻ 1 1 ആയിരിക്കും. കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ അതിൻ്റെ കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 1. ഷോ ദാറ്റ് എഫ് ഈസ് എ 1 1 ഫംഗ്ഷൻ. ഇതാണ് ചോദ്യം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതുക. ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 1. ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിൽ നിന്ന് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിലേക്കാണ് നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ എക്സിലെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ബൈ എക്സ് പ്ലസ് 1 ആണ്. ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. നമുക്ക് ഈ ഫംഗ്ഷൻ ഒരു 1 1 ഫംഗ്ഷൻ ആണോ എന്ന് പരിശോധിക്കണം. അതിനെന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുക. എക്സ് വൺ സമ എക്സ് ടു എന്ന് കിട്ടിയാൽ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു, എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു ആണ് എന്നിരിക്കട്ടെ. ഇനി എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുന്നത് എക്സ് വൺ ബൈ എക്സ് വൺ പ്ലസ് 1 ആണ്. എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുന്നത് എക്സ് ടു ബൈ എക്സ് ടു പ്ലസ് 1 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വൺ ഇൻറ്റു എക്സ് ടു പ്ലസ് 1 ഈക്വൽസ് എക്സ് ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് 1. നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്തു. ദാറ്റ് ഇംപ്ലൈസ് അകത്തേക്ക് ഗുണിക്കുമ്പോൾ എക്സ് വൺ എക്സ് ടു പ്ലസ് എക്സ് വൺ സമ എക്സ് വൺ എക്സ് ടു പ്ലസ് എക്സ് ടു, എക്സ് വൺ എക്സ് ടു ക്യാൻസൽ ചെയ്ത് പോവും, എക്സ് വൺ സമം എക്സ് ടു. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ് വൺ സമ എക്സ് ടു എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ തീർച്ചയായിട്ടും ഒരു 1 1 ഫംഗ്ഷൻ ആയിരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലെറ്റ് എഫ് ഫ്രം ആർ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 3 to r minus singleton set 1 fx is equal to x minus 2 by x minus 3. r minus singleton set 3ൽ നിന്ന് r minus singleton set 1ലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന fx is equal to x minus 2 by x minus 3 എന്ന റാഷണൽ ഫംഗ്ഷൻ പരിഗണിക്കുക. ഷോ ദാറ്റ് എഫ് ഈസ് എ 1 1 ഫംഗ്ഷൻ. നമുക്ക് ചോദ്യം ഇതാണ്: ഈ ഫംഗ്ഷൻ ഒരു 1 1 ഫംഗ്ഷൻ ആണെന്ന് തെളിയിക്കണം. ഈ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ആർ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 3 ആണ്. അതിനകത്ത് എല്ലാ റിയൽ നമ്പേഴ്സും കാണും, 3 കാണില്ല. അതുപോലെ കോഡൊമൈൻ എന്ന് പറയുന്ന ആർ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 1 ആണ്. അതിനകത്ത് എല്ലാ റിയൽ നമ്പേഴ്സും ഉണ്ടാവും, പക്ഷേ 1 കാണില്ല. അപ്പോൾ ആർ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 3ൽ നിന്ന് ആർ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 1ലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റാഷണൽ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഈ ഫംഗ്ഷൻ ഒരു 1 1 ഫംഗ്ഷനാണ് എന്ന് പ്രൂവ് ചെയ്യാം. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതുകയാണ്. എഫ് ഫ്രം ആർ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 3 ടു ആർ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 1 എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. ഈ ഫംഗ്ഷൻ 1 1 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു എന്ന് എടുക്കുക. എക്സ് വൺ സമ എക്സ് ടു എന്ന് കിട്ടിയാൽ ഫംഗ്ഷൻ തീർച്ചയായിട്ടും 1 1 ആയിരിക്കും. ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ സമം എഫ് ഓഫ് എക്സ് ടു, എഫ് ഓഫ് എക്സ് വൺ സമ എഫ് ഓഫ് എക്സ് ടു ആണെന്നിരിക്കട്ടെ. ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വൺ എന്ന് പറയുമ്പോൾ എക്സ് വൺ മൈനസ് 2 ബൈ എക്സ് വൺ മൈനസ് 3 ആണ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൺ കാണാൻ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് വൺ കൊടുക്കുക. ഇനി എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുമ്പോൾ എക്സ് ടു മൈനസ് 2 ബൈ എക്സ് ടു മൈനസ് 3 ആയിരിക്കും. ഓൺ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വി ഗെറ്റ് x1 minus 2 into x2 minus 3 equals x1 minus 3 into x2 minus 2. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 x2 minus 3 x1 minus 2 x2 plus 6 is equal to x1 x2 minus 2 x1 minus 3 x2 plus 6 എന്ന് വരും. 6 6 ക്യാൻസൽ ചെയ്ത് പോവും. അതുപോലെ x1 x2 ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ ദാറ്റ് ഇംപ്ലൈസ് മൈനസ് 3 x1 മൈനസ് 2 x2 സമം മൈനസ് 2 x1 മൈനസ് 3 x2. x1 വരുന്ന ടേംസ് ഒരു വശത്തേക്ക് കൊണ്ടുവരിക, x2 വരുന്ന ടേം മറുവശത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ മൈനസ് 3 x1 ഇത് പുറത്ത് വരുമ്പോൾ പ്ലസ് 2 x1 ആവും. മൈനസ് 3 x2 ഇത് പുറത്ത് പോകുമ്പോൾ പ്ലസ് 2 x2 ആവും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മൈനസ് 3 x1 പ്ലസ് 2 x1 എന്ന് പറയുമ്പോൾ മൈനസ് x1 ആണ്. മൈനസ് x1 സമം മൈനസ് x2. ദാറ്റ് ഇംപ്ലൈസ് x1 സമം x2. രണ്ട് വശവും മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എഫ് ഓഫ് x1 സമം എഫ് ഓഫ് x2 എന്ന് എടുത്താൽ ഇവിടെ നമുക്ക് x1 സമം x2 എന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ തീർച്ചയായിട്ടും ഒരു 1 1 ഫംഗ്ഷൻ ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം.
Let f from n to n fx is equal to x square plus x plus 1. Examine whether f is injective. ഇതൊരു ഇൻജക്റ്റീവ് ഫംഗ്ഷൻ ആണോ 1 ഫംഗ്ഷൻ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതുക. Let f from n to n fx is equal to x square plus x plus 1. ഇത് 1 ആണോ എന്ന് പരിശോധിക്കാൻ എഫ് ഓഫ് എക്സ് 1 സമയം എഫ് ഓഫ് എക്സ് 2 എന്ന് എടുക്കുക. x1 സമയം x2 എന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും ഫംഗ്ഷൻ 1 ആയിരിക്കും. ലെറ്റ് എഫ് ഓഫ് എക്സ് 1 സമയം എഫ് ഓഫ് എക്സ് 2 ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുമ്പോൾ x1 സ്ക്വയർ പ്ലസ് x1 പ്ലസ് 1 ആണ് ഈക്വൽസ് എഫ് ഓഫ് എക്സ് 2 എന്ന് പറയുമ്പോൾ x2 സ്ക്വയർ പ്ലസ് x2 പ്ലസ് 1 ആണ്. രണ്ട് വശം 1 ക്യാൻസൽ ചെയ്ത് പോകും. ഈ x2 സ്ക്വയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അതുപോലെ x1 x2 സ്ക്വയർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മൾ x2 ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയർ പ്ലസ് x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 0. ഈ x1 സ്ക്വയർ മൈനസ് x2 സ്ക്വയറിന് പകരം നമുക്ക് കൊടുക്കാം x1 മൈനസ് x2 ഇൻറ്റു x1 പ്ലസ് x2 എന്ന് കൊടുക്കാം. x1 മൈനസ് x2 ഇൻറ്റു x1 പ്ലസ് x2 എന്ന് കൊടുക്കാം. പ്ലസ് x1 മൈനസ് x2 ഈക്വൽ ടു 0. ഈ രണ്ട് ടേംസിൽ നിന്ന് x1 മൈനസ് x2 നമ്മൾ വെളിയിലെടുക്കുന്നു. ഇപ്പോൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ x1 പ്ലസ് x2 പ്ലസ് 1 എന്ന് വരും ഈക്വൽ ടു 0. ഈ പ്രോഡക്റ്റ് 0 ആയതുകൊണ്ട് ഒന്നെങ്കിൽ ആദ്യത്തെ ഫാക്ടർ 0 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഫാക്ടർ 0 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും 0 ആയിരിക്കും. ഇവിടെ രണ്ടാമത്തെ ഫാക്ടർ 0 ആവില്ല, കാരണം x1 x2 ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് x1 പ്ലസ് x2 പ്ലസ് 1 നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് 0 ആയതിനാൽ ആദ്യത്തെ ഫാക്ടർ തന്നെ 0 ആയിരിക്കും. x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് x1 ഈസ് ഈക്വൽ ടു x2. അപ്പോൾ ഇവിടെ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് x1 സമം x2 എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഒരു ഇൻജക്റ്റീവ് ഫംഗ്ഷനാണ്, ഒരു 1 ഫംഗ്ഷനാണ്. ഈ ചാപ്റ്ററിലെ അടുത്ത ഡെഫിനിഷനിലേക്ക് നമുക്ക് പോകാം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ, അടുത്ത ഡെഫിനിഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ബൈജക്റ്റീവ് ഫംഗ്ഷനെ നമ്മൾ ചുരുക്കി ബൈജക്ഷൻ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, എ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഈസ് കോൾഡ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ഇഫ് ഇറ്റ് ഈസ് ബോത്ത് 1 ആൻഡ് ഓൺ 2. ഒരു ഫംഗ്ഷൻ 1 ഓൺ 2 ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേര് ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നാണ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഉദാഹരണം, എ എന്ന സെറ്റിനകത്ത് എലമെൻറ്റ്സ് 1 2 3 ആണെന്നിരിക്കട്ടെ, ബി എന്ന സെറ്റിലെ എലമെൻറ്റ്സ് 4 5 6 ആണെന്നിരിക്കട്ടെ. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ, ആ ഫംഗ്ഷൻ്റെ 1ലെ വാല്യൂ 4 ആണെന്നിരിക്കട്ടെ, 2ലെ വാല്യൂ 5 ആണെന്നിരിക്കട്ടെ, 3ലെ വാല്യൂ 6 ആണെന്നിരിക്കട്ടെ. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത ഇത് 1 ആണ്, കാരണം ഡൊമൈനിലെ ഏത് രണ്ട് ഡിഫറൻറ്റ് പോയിന്റുകളിലും വാല്യൂസ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഇതൊരു 1 ഫംഗ്ഷനാണ്. കൂടാതെ ഈ ഫംഗ്ഷൻ്റെ റേഞ്ചും കോഡൊമൈനും സെയിം ആയതുകൊണ്ട് ഇത് ഓൺ 2ഉമാണ്. അപ്പോൾ ഇത് 1 ഓൺ 2 ആയതുകൊണ്ട് ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. അതാണ് എഴുതിയിരിക്കുന്നത്. ക്ലിയർലി എഫ് ഈസ് ബോത്ത് 1 ആൻഡ് ഓൺ 2, therefore f is a bijective function. ഇനി ബൈജക്റ്റീവ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യത്തെ പ്രോബ്ലം ഇതാണ്, ലെറ്റ് എഫ് ഫ്രം r മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0 ടു r മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0 fx ഈസ് ഈക്വൽ ടു 1/x. നോൺ സീറോ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്ന് നോൺ സീറോ റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റെസിപ്രോക്കൽ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. ഷോ ദാറ്റ് എഫ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എഫ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് തെളിയിക്കാൻ അത് 1 ആണെന്ന് തെളിയിക്കണം, ഓൺ 2 ആണെന്ന് തെളിയിക്കണം. ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുത്ത് എഴുതുക. ലെറ്റ് എഫ് ഫ്രം r മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0 ടു r മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0 fx ഈസ് ഈക്വൽ ടു 1/x. ഇത് 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ എഫ് ഓഫ് x1 സമയം എഫ് ഓഫ് x2 എന്ന് എടുക്കുക. x1 സമയം x2 എന്ന് കിട്ടിയാൽ ഫംഗ്ഷൻ 1 ആയിരിക്കും. ലെറ്റ് എഫ് ഓഫ് x1 സമയം എഫ് ഓഫ് x2, ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ ഇവിടെ 1/x1 ആണ്. എഫ് ഓഫ് x2 എന്ന് പറയുന്നത് 1/x2 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x1 സമയം x2. അപ്പോൾ ഇവിടെ എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുത്താൽ നമുക്ക് x1 സമയം x2 എന്നേ കിട്ടുന്നുള്ളൂ. x1 സമയം x2 എന്നാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷനാണ്, 1 ഫംഗ്ഷൻ. അടുത്തതായിട്ട് ആ ഫംഗ്ഷൻ നമുക്കൊരു ഓൺ 2 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓൺ 2 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓൺ 2 ഫംഗ്ഷൻ ആണെന്ന് കാണിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോഡൊമൈനിൽ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിച്ചാൽ മതി. നമ്മൾ ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈനിൽ ഒരു എലമെൻറ്റ് y0 എടുക്കുന്നു. ലെറ്റ് y0 എലമെൻറ്റ് ഓഫ് കോഡൊമൈൻ r മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0. y0ൻ്റെ പ്രീ ഇമേജ് x0 ആണെന്നിരിക്കട്ടെ. ലെറ്റ് x0 ബി ദ പ്രീ ഇമേജ് ഓഫ് y0. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ x0ലെ വാല്യൂ y0 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് x0 ഈസ് ഈക്വൽ ടു y0 ആയിരിക്കും. എഫ് ഓഫ് x0 എന്ന് പറയുന്നത് 1/x0 ആണ്. ഈ സമം y0 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ രണ്ട് വശം റെസിപ്രോക്കൽ എടുത്താൽ x0 എന്ന് പറയുന്നത് 1/y0 ആയിരിക്കും. ഈ y0 എന്ന് പറയുന്നത് കോഡൊമൈനിലെ ഒരു എലമെൻ്റ് ആണ്. അതുകൊണ്ട് y0 ഒരു നോൺ സീറോ റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് 1/y0 എന്ന് പറയുന്നത് ഒരു നോൺ സീറോ റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് x0 എന്ന് പറയുന്നത് 1/y0 ആണ്. അതുകൊണ്ട് x0 എന്ന് പറയുന്നത് ഒരു നോൺ സീറോ റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് x0 എന്ന് പറയുന്നത് r മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 0 അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈനിലാണ് നമ്മൾ ഒരു എലമെൻറ്റ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രീ ഇമേജ് ഡൊമൈനിലുണ്ട്.
അതുകൊണ്ട് എവരി എലമെൻറ്റ് ഇൻ ദ കോഡൊമൈൻ ഹാസ് എ പ്രീ ഇമേജ് ഇൻ ദ ഡൊമൈൻ. കോഡൊമൈനിലെ എല്ലാവർക്കും ഡൊമൈനിലൊരു പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷനും കൂടെയാണ്. അതുകൊണ്ട് ഫംഗ്ഷൻ 1 ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ബൈജക്റ്റീവ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. ഷോ ദാറ്റ് എഫ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. എഫ് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതുക. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1. ഇത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് തെളിയിക്കാൻ നമ്മളിത് 1 ആണെന്ന് തെളിയിക്കണം, ഓൺ ടു ആണെന്ന് തെളിയിക്കണം. ആദ്യം 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എഫ് ഓഫ് എക്സ് 1 സമയം എഫ് ഓഫ് എക്സ് 2 എന്ന് എടുക്കുക. ലെറ്റ് എഫ് ഓഫ് എക്സ് 1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. ദാറ്റ് ഇംപ്ലൈസ് എക്സ് 1 ക്യൂബ് പ്ലസ് 1. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറയുമ്പോൾ എക്സ് 1 ക്യൂബ് പ്ലസ് 1 ആണ്, ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് പറയുമ്പോൾ എക്സ് 2 ക്യൂബ് പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 സമയം എഫ് ഓഫ് എക്സ് 2 ആയതുകൊണ്ട് എക്സ് 1 ക്യൂബ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു എക്സ് 2 ക്യൂബ് പ്ലസ് 1 ആയിരിക്കും. 1 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് 1 ക്യൂബ് സമയം എക്സ് 2 ക്യൂബ് ആണ്. എക്സ് 1 ക്യൂബ് എക്സ് 2 ക്യൂബും ഈക്വൽ ആണെങ്കിൽ നമുക്കറിയാം എക്സ് 1 സമയം എക്സ് 2 ആയിരിക്കും. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 സമയം എഫ് ഓഫ് എക്സ് 2 ആണെങ്കിൽ ഇവിടെ എക്സ് 1 സമയം എക്സ് 2 ആണ്. അതുകൊണ്ട് ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷനാണ്. ഇനി ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാൻ കോഡൊമൈനിൽ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടെന്ന് വേണമെങ്കിൽ തെളിയിക്കാം. അല്ലെങ്കിൽ കോഡൊമൈനിൽ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടെന്ന് തെളിയിക്കുന്നതിലും കുറച്ചുകൂടി എളുപ്പത്തിൽ ഇവിടെ നമുക്ക് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്ത പോലെ ഹിയർ എഫ് ഈസ് ആൻ ഓഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ ആർ. ഡൊമൈൻ ആർ ആയിട്ടുള്ള ഒരു ഓഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ റേഞ്ച് 6 ആയിരിക്കും. എഫ് എന്ന് പറയുന്നത് 6 നിന്ന് 6 ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഓഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതുകൊണ്ട് അതിൻ്റെ റേഞ്ച് 6 ആയിരിക്കും. ഇനി ഇതിൻ്റെ കോഡൊമൈനും ഇവിടെ 6 തന്നെയാണ്. അപ്പോൾ റേഞ്ചും കോഡൊമൈനും ഇവിടെ ഈക്വലാണ്. റേഞ്ചും കോഡൊമൈനും ഈക്വലാണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷനാണ്. ഇവിടെ ഓൺ ടു ഫംഗ്ഷനാണ്. ഓൺ ടു ആണെന്ന് കാണിക്കാൻ ഈ രീതിയിൽ പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇതാണ് കുറച്ചുകൂടി എളുപ്പം. ഇത് പറ്റാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ചെയ്യുന്നത് കോഡൊമൈനിൽ എല്ലാ എലമെൻസിനും പ്രീ ഇമേജ് ഉണ്ടെന്ന് കാണിക്കുന്നത്. ഈ രീതിയിൽ പറ്റാത്ത സ്ഥലങ്ങളിൽ മാത്രം അങ്ങനെ പ്രൊസീഡ് ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ ഈ ഫംഗ്ഷൻ ബോത്ത് 1 ആൻഡ് ഓൺ ടു ആണ്. അതുകൊണ്ട് ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. എഫ് എന്ന് പറയുന്നത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് 3. ഷോ ദാറ്റ് എഫ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഞാൻ തരുന്നു. നിങ്ങളത് ഹോംവർക്ക് നോട്ട്ബുക്കിൽ ചെയ്യണം. അടുത്ത ചോദ്യം, ലെറ്റ് എഫ് ഫ്രം എൻ ടു എൻ എഫ് എൻ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1/2 ഇഫ് എൻ ഈസ് ഓഡ് ആൻഡ് ഈസ് ഈക്വൽ ടു n/2 ഇഫ് എൻ ഈസ് ഈവൻ. എക്സാമിൻ വെദർ എഫ് ഈസ് ബൈജക്റ്റീവ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതുക. ലെറ്റ് എഫ് ഫ്രം എൻ ടു എൻ എഫ് എൻ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1/2 ഇഫ് എൻ ഈസ് ഓഡ് ആൻഡ് ഈസ് ഈക്വൽ ടു n/2 ഇഫ് എൻ ഈസ് ഈവൻ. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലാണ് എഫ് എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എൻ ഒരു ഓഡാണെങ്കിൽ എൻ ഒറ്റ സംഖ്യ ആണെങ്കിൽ ഫംഗ്ഷൻ്റെ എന്നിലെ വാല്യൂ എന്ന് പറയുന്നത് n പ്ലസ് 1/2 ആണ്. എഫ് ഈവൻ ആണെങ്കിൽ ഇരട്ട സംഖ്യ ആണെങ്കിൽ എന്നിലെ വാല്യൂ എന്ന് പറയുന്നത് n/2 ആണ്. നമുക്ക് ഈ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കാം. ബൈജക്റ്റീവ് ആവണമെങ്കിൽ ഇത് 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം. നമുക്ക് 1 ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഈ ഫംഗ്ഷൻ്റെ 1 വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എന്നിലെ 1 ഓഡ് ആയതുകൊണ്ട് 1 വാല്യൂ എന്ന് പറയുന്നത് 1 പ്ലസ് 1/2 ആയിരിക്കും. ദാറ്റ് ഈസ് 2/2 1 ആയിരിക്കും. ഇനി 2 വാല്യൂ എന്ന് പറയുന്നത് 2 ഈവൻ ആയതുകൊണ്ട് n ഈവൻ ആണെങ്കിൽ എന്നിലെ വാല്യൂ എന്ന് പറയുന്നത് n/2 ആണ്. അപ്പോൾ 2 വാല്യൂ എന്ന് പറയുന്നത് 2/2 അത് 1 ആണ്. ഇവിടെ 1 വാല്യൂ 1 ആണ്. അതുപോലെ തന്നെ 2 വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. രണ്ട് വ്യത്യസ്തങ്ങളായ പോയിന്റ്സിൽ ഒരേ വാല്യൂ വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു 1 ഫംഗ്ഷൻ അല്ല. എഫ് ഈസ് നോട്ട് 1. Therefore എഫ് ഈസ് നോട്ട് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 പ്ലസ് 1/2 ആണ്. കാരണം n ഓഡ് ആണെങ്കിൽ എന്നിലെ വാല്യൂ എന്ന് പറയുന്നത് n പ്ലസ് 1/2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1 ഓഡ് ആയതുകൊണ്ട് 1 വാല്യൂ 1 പ്ലസ് 1/2 ആണ്. ദാറ്റ് ഈസ് 1. ഇനി n ഈവൻ ആണെങ്കിൽ എന്നിലെ വാല്യൂ n/2 എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 ഈവൻ ആയതുകൊണ്ട് 2 വാല്യൂ എന്ന് പറയുന്നത് 2/2 അത് 1 ആയിരിക്കും. 1ഉം 2ഉം ഡിഫറൻ്റ് ആണ്, പക്ഷേ അവിടെ വാല്യൂസ് ഡിഫറൻ്റ് അല്ല. അതുകൊണ്ട് ഫംഗ്ഷൻ 1 അല്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനും അല്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേട്ട് 1-2 തവണ കേട്ട് അതിനുശേഷം കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങൾ നോട്ട്സ് എഴുതണം. ആ നോട്ട്സിൽ ഹോംവർക്ക് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആയ കാര്യം എന്നെ അറിയിക്കുക. അതിനുശേഷം ഞാൻ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.